വരൂ Guna case. It's a Guna case here. It's nice. See, this is called Guna case, Kodaikanal. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ഗുണ കേവ്. ഇത് നമ്മുടെ പറമ്പിൽ ഉള്ള കേവാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഉള്ളിൽ കാരമുള്ളുണ്ട്. ഇത് കാണാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വെള്ളം വരും. മലമ്പാമ്പുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ. ടാർസൻ താമസിക്കുന്ന കേവാണ് അല്ലേ? ഇതെന്ത് കേവ്? ഇത് ഗുഹ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു നോക്ക്, ഇത് അട്ടാരി സിനിമയിലത്തെ ഗുഹയാണ്. ഇത് എന്തൊരു മരം! ഇതെന്താ സംഭവം? ഇത് വള്ളി പടർന്നിട്ടേ അതിൽ ഒരു ഗുഹ, ടാർസൻ്റെ ഗുഹ. ടാർസൻ്റെ ഗുഹ. ടാർസന് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അല്ലേ? യെസ്. ശരി, ഈ വള്ളിച്ചെടികൾ മുള്ളുള്ളത് കാരമുള്ളാണോ? എന്തൊരു അവസ്ഥ, എന്തൊരു മുള്ള. ചക്കകൾ, പൂമരം, ഗുഹ. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം കാറിലേക്ക് എത്താൻ. വഴി കുറച്ച് ചുമക്കണമല്ലോ ദൈവമേ. ഒരു ചാലുമുണ്ട്. അമ്മ, ഇതിലേക്കുള്ള വെള്ളം പോണ്ട്. ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വേണം അങ്ങോട്ട് കയറ്റി ആ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. മരം, നൈസ്, വെരി ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്, ഓസം. മൈന, കുളമ്പ് മാവ് ഉണ്ട് ഇവിടെ. വെള്ള ഇലകൾ, മരുത് മരം, തത്തമ്മകൾ, മയിൽ, ഒട്ടകം, ആന, മലയണ്ണാൻ, chirping of birds, nightingale, മലയണ്ണാൻ, squirrels, flowers. ഇത് നടക്കാൻ കുറച്ച് പാടാണ്. ഇങ്ങനെ പോയിട്ട് ഇത് പൂവുണ്ട്, നല്ല മഞ്ഞ്, വയലറ്റ് കളർ. വയലറ്റ് കളർ എന്ത് പൂവത്? ശ്രീ കാശ്മീർ പോലത്തെ പൂക്കളാണ്. നൈസ് അറ്റ്മോസ്ഫിയർ, കൂൾ. ഇങ്ങനെ വന്നു ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്. അവിടെ ഒരു കുളമുണ്ട്. കുളത്തിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പണിക്ക് പോകാം. ഇപ്പോൾ കാറ് കിടക്കുന്നത് അങ്ങറ്റത്താണ്. അവിടേക്ക് കയറ്റണമെങ്കിൽ കുറച്ച് പാടുണ്ട്. മാവ്, ഇതൊക്കെ 3 പൂവ് നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പോൾ കൃഷിയില്ല, നെൽകൃഷിയില്ല. ഇവിടെ നിന്ന് ചിറ്റിയാനി ആയിരുന്നു ഇവിടുത്തെ ക്രോപ്പ്.
ചിറ്റിയാണി തവളക്കണ്ണൻ എന്ന് പറഞ്ഞ വിത്തുകളായിരുന്നു. ചിറ്റിയാൻ ഒരു പ്രാവശ്യം 5000 ഇട്ടിട്ട് അത് ഫ്ലോപ്പായി. പൊട്ട ചോറ 5000 ഇട്ടെന്ന് കണ്ടു. ടീംസ് വെള്ളം പോയി പോണതാണ്. അവിടേക്ക് പോയി ഈ ചായയിലേക്ക് പോയി വരപ്പംകെട്ടിലേക്ക് പോയി. അങ്ങനെ പോയി വരപ്പമ്പാറ ഒന്ന് എൻഡ് ചെയ്യും. മൈന ബൗണ്ടറി എവിടം വരെ അവിടെ വരും. കിളികൾ കണ്ടോ എൻ്റെ പൊന്നെ, സോ മെനി ബേർഡ്സ്. ഇവിടെ വന്ന ഉമരാവത്തിക്ക് പോകേണ്ട ആവശ്യമില്ല, അത്രയധികം ബേർഡ്സ് ഉണ്ട്. ആ അങ്ങോട്ട് പോക്കോ, കാറിലേക്ക് പോക്കോ, കാറിൻ്റെ അവിടേക്ക്. കാറിൻ്റെ അവിടെ ഇട്ടാൽ മതി, കാറിൻ്റെ അടുത്ത്. ഇവിടെ ഒരു കുളമുണ്ട്, ഇവിടെ ലൈൻ പോകുന്നുണ്ട്, ഇലക്ട്രിക് ലൈൻ. ഫെൻസിങ് ഇവിടെ വരെയാണ് വെള്ളത്തിൽ. ഇവിടെ വെള്ളം, ഇവിടെ പന്നി വന്നിട്ടുണ്ടെന്ന്, കാട്ടുപന്നി വരുന്നുണ്ടെന്ന് സംശയം. കാൽപ്പാടുകൾ കണ്ടോ, കാട്ടുപന്നി ചവിട്ടിയെ മരിച്ചിട്ടുണ്ട്. കാട്ടുപന്നിയാണ് ഇപ്പോൾ പോത്തുങ്ങളെ കൊണ്ടാട്ടുണ്ടാകും. ഇവിടെ ഒരു കുളമുണ്ട്, മീൻ പിടിക്കാൻ പറ്റും. കുളത്തിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം നനവുണ്ട്, നല്ല താന്നു പോവുക. കുളത്തിൽ നിന്ന് വെള്ളം ഊസിങ് ഔട്ട്. സോ ഞാനിങ്ങനെ കിടക്കണം. ഷൂ താന്നു പോകണ്ടല്ലോ. നല്ല വെള്ളം, സ്വിമ്മിങ് ചെയ്യാൻ പറ്റും. നൈസ് വാട്ടർ, മീനുണ്ടാവും. ഇതേമാതിരിയാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത്. ഈ കുളം നമ്മുടെ പറമ്പിൽ ഞാൻ ടോച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത പറമ്പ് ഒരു ഡോക്ടറാണ്, ഗൾഫിലുള്ള ഒരു മുസ്ലിം ഡോക്ടറെ തൊട്ടുള്ള കാണുന്ന റബ്ബർ ടാപ്പ്. അതിങ്ങനെ വന്ന് അടുത്ത് വന്ന് ഇതേ ബൗണ്ടറി വരും. ഇങ്ങനെ വന്ന് മുകളിലേക്ക് പോകണം, കാറിൻ്റെ അവിടേക്ക്. ഇവിടെ നമുക്ക് കിടന്ന് ഇത് മാവുകളുണ്ട്. കിളിച്ചുണ്ടൻ മാമ്പഴം, പലതരം വെറൈറ്റി മാങ്ങകൾ, പൊറിഞ്ച് മാവ്, കിളിച്ചുണ്ടൻ മാമ്പഴം, അതിന് നല്ല പ്രിയൂര് പോലത്തെ ഒരു മാവ്, പേരയ്ക്ക മാവ്. ഇങ്ങനെ വന്ന് കയറ്റം കയറി ഒരു ടോപ്പ്, ഒരു വാലി, മാവുകളാണ്. ഇത് നമ്മുടെ ബൗണ്ടറിയിലത്തെ മരം, ഒരു മരം. എന്ത് മരമാണെന്ന് എനിക്കറിയില്ല, മരമാണ്, വീട്ടിയാണ്. ഇവിടെ ഇങ്ങനെ പോയി കാറിലൂടെ വരെ പോകണം. ആ കിടക്കുന്ന വീടാണ്, ചെറിയൊരു വീട്, ടെറസ്, 650 സ്ക്വയർ ഫീറ്റ് ടെറസ് വീട് പണിതത് 1960 64 പണിതാണ്. കശുമാവ് ഉണങ്ങി വീണു. അതെ, ഇവിടെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം, കാറിൻ്റെ അവിടേക്ക്. ഓരോന്നായിട്ട് എത്ര എണ്ണം ഉണ്ടാകാൻ? ആ കുറേശ്ശെ കയറ്റിയിട്ട് വയ്ക്കുക. വെള്ളം കുടിച്ചിട്ട് വാ, വെള്ളം കുപ്പിയിലില്ലേ. ഇതാണ് പൊറിഞ്ചു മാവ് എന്ന് പറഞ്ഞ മാവ്, പൊറിഞ്ചു. അത് പ്രിയൂരും കുളമ്പും തമ്മിൽ മിക്സ് ആയിട്ടുണ്ടായ ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് താണ്ടമ്മ, ഇതൊരു പുളിയൻ. താണ്ടമ്മ മതി, ആൾക്കാരൊക്കെ പൊട്ടിച്ചുകൊണ്ട്. ഇതൊക്കെ പണ്ട് 1958-57 വെച്ചിട്ടുള്ള മാവുകളാണ്. 1958 മേടിച്ച സമയത്ത് എൻ്റെ ഫാദർ ഞായറാഴ്ച ദിവസങ്ങളിൽ മാക്സോൾ കാറിലേക്ക് വന്ന് അവിടുത്തെ മുളച്ച തൈകൾ കുറവൊന്ന് പാവലായിരുന്നു. ഞാനും ചേട്ടനൊക്കെ ഏറ്റിങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്ന് തെങ്ങ് കഴിക്കൽ ഒക്കെയായിരുന്നു.
വലിയ തിരിഞ്ഞപ്പോൾ ഒരു തെങ്ങവിടെ വീണുകൊണ്ട് തെങ്ങാണ് വീണ് നിൽക്കുന്നത്. ഏതൊരു മരം കാറ്റിനൊടിഞ്ഞ് വീണതാണ്. ഇതൊന്ന് നോക്കിയിട്ട് വരാം. ഇത് കാറ് ഇവിടം വരെ എത്തും. ഇതൊരു മരം ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഏത് മരം നോക്കട്ടെ. കാറ്റ് വീശിയില്ലേ 2 ദിവസം അതുപോലെ ഇടിഞ്ഞു. എന്ത് മരമാണത്? മരം വെട്ടിക്കൊണ്ടുണ്ട് ചെയ്തു ഒളിഞ്ഞു പോയില്ലേ. എന്ത് മരമാണ്? മട്ടിയാണോ? മട്ടിമരമാണോ? കട്ട് ചെയ്തെടുക്കണം. മുറുക്കനെ വിളിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞിട്ട് മുറുക്ക് കുറേ മരങ്ങളൊക്കെ വെട്ടി അതൊക്കെ കൊണ്ടുപോയാൽ കുറച്ച് വൃത്തിയാവും പറഞ്ഞു. അവിടെ വെച്ചാൽ മതി എല്ലാം. അവസാനം എടുത്ത് വയ്ക്കാം. ഇപ്പോൾ വയ്ക്കണ്ട. ഇപ്പോൾ വയ്ക്കണ്ട. അവിടെ വയ്ക്കാം. വെള്ളം കുപ്പി അതിലാ. ഞാൻ താക്കോല് അവിടെ വണ്ടിയിൽ ആ ബാഗിലാ.